മലയാളിയായ ഞാൻ ഇന്തോനേഷ്യക്കാരിയായ റഫേനെ കല്യാണം കഴിച്ചു. ഈ അടുത്തിടെ ഞങ്ങൾക്കൊരു കുഞ്ഞും പിറന്നു. നൂറ, ഇതാണ് കേട്ടാ വാഴ. നോക്കേ, വാഴ നോക്കേ. വാപ്പിയല്ല, വാഴ. നിങ്ങളിൽ പലരും ചോദിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്, ഫാറൂഖെ ഈ പ്രായത്തിൽ ഇതൊക്കെ എളുപ്പമാണ്, ഇന്തോനേഷ്യയിലേക്ക് പോകാനും കേരളത്തിലേക്ക് വരാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാറി നടക്കാൻ. പക്ഷേ ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ പോട്ടെ ഒരു 40-50 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കും? മണ്ണിൻ്റെ മണമുള്ള കുട്ടിയായി നൂറ ബേബി വളരട്ടെ. വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട്, പക്ഷെ നമ്മളുടെ എല്ലാ പ്ലാനിങ്ങും നടക്കണമെന്നില്ല. അതെല്ലാം പടച്ചോൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് 50 വർഷം കഴിഞ്ഞുള്ള ഫാറൂഖിനെ റഫേനെയാണ്. ഞാനും ഒരു തൊട്ടി വെള്ളം കോരി. അയ്യോ, ആള് പോയാടേ. അല്ലെങ്കിൽ എവിടെ പരിപാടി അവതരിച്ചാലും വെറുതെ ആവും. എൻ്റെയും റഫേൻ്റെയും അതേ സ്വപ്നങ്ങളുള്ള ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ജീവിക്കുന്നുണ്ട്, ഒരു അങ്കിളും ആൻറ്റി. മാനീസ അടിപൊളി മധുരം കേട്ടാ. സത്യം പറഞ്ഞാൽ ഭാവിയിൽ ഞങ്ങൾക്കും ഇതുപോലെ ജീവിക്കണം എന്നാണ് ആഗ്രഹം. ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ഉണ്ടാവും ഈ ആഗ്രഹം. ഈ വയസ്സുകാലത്ത് ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് അടുത്ത് തന്നെ പോയി നോക്കാം. ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഫാറൂഖും റഫയാണ് കേട്ടോ. ഇന്തോനേഷ്യയിൽ ഒരു ചെറിയ ഗ്രാമമാണ്. കുറേ മക്കളൊക്കെ ഉണ്ട്, പക്ഷെ അവരൊക്കെ പഠനവും ജോലിയും ഒക്കെ ആയിട്ട് ദൂരെ എവിടെയൊക്കെയോ സ്വന്തം ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് മാറിപ്പോയിരിക്കുകയാണ്. ഒറ്റപ്പെടലിൻ്റെ ഒരു ഘട്ടം വന്നപ്പോൾ സ്വന്തം അടുക്കളപ്പുറത്ത് ചെറിയ രീതിയിൽ കൃഷി ചെയ്തു തുടങ്ങി. പക്ഷേ ഇന്ന് അതൊരു വലിയ കൃഷിത്തോട്ടമായിട്ട് മാറിയിരിക്കുകയാണ്. പച്ചക്കറിയും വാഴയും തെങ്ങും മാവും അങ്ങനെ വേണ്ടതെല്ലാം ഈ സ്വർഗ്ഗഭൂമിയിലുണ്ട്. ഇപ്പോൾ ഈ ചെടികളും വിളകളൊക്കെയാണ് ഈ അപ്പൂപ്പൻ്റെ അമ്മൂമ്മേൻ്റെ മക്കൾ. ദിവസവും അവരോട് സംസാരിക്കും, അവർക്കൊപ്പം സമയം ചെലവഴിക്കും. കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി ഇവർ തന്നെ പണി തീർത്തിയ ഈ മണ്ണാണ് ഇന്ന് ഇവരുടെ ഭൂമിയിലെ സ്വർഗം. ഈ വയസ്സുകാലത്ത് ഭാഗ്യജീവിതം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചു തീർക്കാൻ ഇവർ കണ്ടെത്തിയ വഴി. ഞാനും റഫയും നമ്മുടെ നൂറാമോളും ഈ മനോഹരമായ സ്ഥലം സന്ദർശിച്ചപ്പോൾ മനസ്സിൽ വന്നത് ഞാനും റഫയും എപ്പോഴും പറയാറുണ്ടായിരുന്ന ആ സ്വപ്നത്തിൻ്റെ ചിത്രമാണ്. ഒരു കൺട്രി സൈഡിൽ കുറച്ച് ഫാമൊക്കെ നോക്കി നടത്തി റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ളത്. ഒരു പീസ്ഫുൾ ശാന്തമായ ലൈഫ്. നമുക്ക് ഇവർ രണ്ടുപേരുടെയും കഥ എന്താണെന്ന് നോക്കാം. അവരെന്തൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് നോക്കാം. അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു, അവരുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും, അതൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് അവരുടെ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം. സലാമത്ത് ഫഗി, ഗുഡ് മോർണിംഗ്. ശരിക്കും ഗുഡ് ഈവനിങ് ആണ്. നമ്മുടെ പാർത്തി ആൻറ്റിയാണ് മുന്നിൽ നടക്കുന്നത്, മമ്മാൻ്റെ കളിക്കൂട്ടുകാരി. ആൾ നമുക്ക് എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാമെന്ന്. മമ്മ എനിക്ക് ഇവിടെ നിന്ന് ഡയറക്ഷൻസ് തരുന്നുണ്ട് കേട്ടോ, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ട്. അവിടെ ഇടണം വണ്ടി, അല്ലെങ്കിൽ അവിടെ ഇടാം, അവിടെ തെങ്ങുണ്ടോ, തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുമോ, അതാണ് എൻ്റെ ഒരു കൺസേൺ. ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് നമ്മൾ ചതിച്ചില്ല, കറക്റ്റായ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നു. പാർത്തി ആൻറ്റീൻ്റെ തോട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആളുടെ ഹസ്ബൻഡിനെയും അവരുടെ ലൈഫൊക്കെ നമുക്ക് മനസ്സിലാക്കണം. മമ്മാൻ്റെ കളിക്കൂട്ടുകാരിയാണ് കേട്ടോ ഈ ആൻറ്റി. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ പോലും പാർത്തി ആൻറ്റീനെ പറ്റി എനിക്ക് റഫ പറഞ്ഞ് മുന്നേ അറിയാം. എല്ലാ ക്രിസ്മസിനും പാർത്തി ആൻറ്റീൻ്റെ വീട്ടിലേക്ക് മമ്മ കുഞ്ഞുനാളിൽ റഫേനെ കൊണ്ടുവരുന്നു. അവരവിടെ ആയിരുന്നു ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത്. അതുപോലെ തന്നെ പാർത്തി ആൻറ്റി പെരുന്നാളിനും മറ്റ് പരിപാടിക്കും നമ്മുടെ വീട്ടിലേക്കും വരുമായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കില്ല. കാര്യം മക്കളൊക്കെ പല വഴിക്കായില്ലേ, പല സ്ഥലത്തായി മക്കളെല്ലാം. എന്തായാലും നമ്മുടെ പാർത്തി ആൻറ്റീൻ്റെ ലൈഫും അതുപോലെ തന്നെ അങ്കിളുണ്ട്. അങ്കിളിൻ്റെ പേരെന്തോ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ, അതുകൊണ്ട് എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അറിയത്തില്ല, ഞാനത് മറന്നുപോയി. രണ്ടുപേരെയും കാണാനായിട്ട്, അവരുടെ ജീവിതം കാണാനായിട്ട് അവരുടെ കൃഷിത്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ചെറിയൊരു അടുക്കളത്തോട്ടത്തിൽ തുടങ്ങി ഇത്രയും വലിയ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന 2 പ്രായമുള്ള ആൻറ്റി അങ്കിളിനെയും കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇന്തോനേഷ്യയിൽ. ഒരാളിത് അവിടെ നാളത്തേക്ക് വിൽക്കാനുള്ള കങ്കുങ് എന്ന് പറഞ്ഞ ഇവരുടെ ഒരു പ്രത്യേക ഇല, നമ്മുടെ നാട്ടിലത്തെ ക്ഷീര മാതിരിയുള്ളൊരു സാധനമാണ്. അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാളെ വിൽക്കാനുള്ളതാണിത്. ഇത് ഇന്തോനേഷ്യക്കാരുടെ പ്രിയപ്പെട്ട വിഭവമാണ്. സൗദിയിലും പുറത്ത് രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ കേട്ടോ. ദുബായിലുള്ളപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇത് നെസ്റ്റോ എന്നൊക്കെ. 25,000 ഇന്തോനേഷ്യ റുപ്യാണ് ഇവിടെ ഇതിൻ്റെ വില. ദുബായിലൊക്കെ അതിനേക്കാളും കുറേ പൈസ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. ഇവരുടെ വിശേഷങ്ങൾ രസമാണ് കേട്ടോ. ഈ ഇരിക്കുന്ന ആൻറ്റി ഇവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നു. അതിനിടയ്ക്കാണ് ഒരു അടുക്കളത്തോട്ടം ഇവിടെ സെറ്റ് ചെയ്തത്. അങ്ങനെ അത് വിജയകരമായി മുന്നോട്ട് പോയപ്പോഴത്തേക്കും അയൽക്കാർക്കെല്ലാം ആവശ്യങ്ങൾ കൂടി വന്ന് അങ്ങനെ അവർ അവരുടെ ഗവൺമെൻറ് ജോലി തന്നെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി സെറ്റ് ചെയ്ത് കുറേ കൃഷിയിടങ്ങൾ നോക്കി നടക്കാനാണ് കേട്ടോ. നൂറമോളും റഫ അവിടെ ഉണ്ട്, ഒപ്പം അമ്മായും ഉണ്ട് നമ്മുടെ ആൻറ്റീനെ സഹായിക്കാൻ കേട്ടോ. ഇത് കണ്ടിട്ട് ഒരു കൊച്ചു കേരളം പോലെ തന്നെ ഇല്ലേ? ഇത് കണ്ടിട്ടല്ല, എല്ലാം കണ്ടാൽ കേരളം തന്നെയാണ്. പക്ഷേ ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നാരങ്ങയാണ് കേട്ടോ, നാരങ്ങൻ്റെ ചെടിയാണ് ഈ നിൽക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് നല്ല വാഴ നിൽപ്പുണ്ട്. വാഴേൻ്റെ ഒപ്പം എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം. കുറേ വാഴയുണ്ട്. എനിക്കൊന്ന് വാഴയൊന്നും വലിയ രീതിയിൽ പരിചരിക്കുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. തേങ്ങ കുലയിലാടുന്നു, ഇളം കാറ്റിൽ വാഴേൻ്റെ കുല ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഇതൊക്കെ പൊട്ടിക്കിളിച്ച വാഴത്തൈയാണ്. എനിക്കിതിനെപ്പറ്റി ഞാൻ കാർഷികപരമായി ഡിഗ്രി ഒന്നും എടുത്ത ആളല്ല, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കുക. നമ്മുടെ കപ്പ ഇതിനിടയ്ക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയുള്ള ഈ ചെടി നല്ല രസമുണ്ട് കാണാൻ. എന്താണെന്ന് നമുക്ക് നോക്കണം. ഇത് എന്ത് ചെടിയാണെന്നറിയില്ല. കൊള്ളാം. പ്ലാവാണോ? അല്ല. ഇതുവഴി ഇങ്ങനെ നടന്നു പോകാൻ രസമുണ്ട് കേട്ടോ. ചാല് കണക്ക് വെട്ടിയേക്കുന്നത് മഴവെള്ളം വരുമ്പോഴത്തേക്കും, മഴ പെയ്ത് നിറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒഴുകി പോകാനാണ് കേട്ടോ. എന്തായാലും ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. നൂറ ബേബിനെയും കൊണ്ട് ഇവിടെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്കും നല്ല ശുദ്ധവായൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ശരിക്കും തൊട്ടപ്പുറത്താണ് ഇവിടെ എയർപോർട്ട് വരുന്നത്. അടുത്തുള്ള ഏരിയയിലാണ് ഇത്രയും വലിയൊരു കൃഷിസ്ഥലം ഈ അങ്കിൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതുവഴി റോഡ് പോവുകയാണ്. റോഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ വേറൊരു ലോഗോയാണ് കേട്ടോ. അവരുടെ രണ്ടുപേരുടെയും ലോഗോയാണ് ഈ കാണുന്നത്. മുല്ലപ്പൂ കണക്ക് കിടക്കുന്ന, ശരിയല്ല, പൂ നിങ്ങൾക്ക് കാണാം. കുറേ അറിയാത്തതും അറിയുന്നതുമായിട്ടുള്ള കുറേ മരങ്ങളും ചെടികളും കായ്കളും പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ നൂറ മോളിനെ ഈ കൃഷിസ്ഥലം കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ച്. നൂറ ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത്ര നേരം ഉറക്കമായിരുന്നു നൂറ. ഇപ്പോൾ നൂറ എണീറ്റ് കേട്ടോ. നൂറ നോക്കേ, ഇതാണ് വാഴ. നൂറ, ഇതാണ് കേട്ടോ വാഴ. നോക്കേ, വാഴ നോക്കേ. വാപ്പിയല്ല, വാഴ. വാഴ കാണിച്ചു കൊടുത്തപ്പോൾ വാപ്പി എന്ന് പറയുന്നു. വേണ്ട. നൂറ ബേബിനെ നമുക്ക് ഈ സ്ഥലം കാണിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ നമ്മളെ കർഷകൻ അങ്കിൾ പണിയെടുക്കുന്നതും ഒക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ നേരത്തെ കണ്ട കങ്കുങ്ങില്ലേ, കങ്കുങ് വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ കങ്കുങ്ങൊക്കെ ദുബൈയിലോട്ടും സൗദിയിലോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൈസ ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ പഴുത്ത വാഴ ഇലകൾ താഴെ കിടക്കാണ്. ഇതെന്തിനാണ് താഴെ ഇട്ടേക്കുന്നതെന്ന് അറിയില്ല. താഴെ ഇട്ടേക്കാണോ വന്ന് വീണയാണോ എന്നൊന്നും അറിയില്ല. ഇതെല്ലാം നമ്മുടെ ആൻറ്റിയുടെ അങ്കിളിൻ്റെയും കൃഷിയിടാണ് കേട്ടോ. ആ കാണുന്നതെല്ലാം. അതിനപ്പുറത്ത് കപ്പ നട്ടിട്ടുണ്ട്. കപ്പ ഇത് നമ്മളെ കറിവേപ്പില പോലത്തെ ഒരു ചെടി കേട്ടോ. കറിവേപ്പില പോലെ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ മുരിങ്ങേൻ്റെ എഫക്റ്റാണ് ഈ ചെടി ചെയ്യുന്നത്. ഇത് റഫ ഇപ്പോൾ സ്ഥിരം മമ്മ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് റഫയ്ക്ക് നല്ല പോഷകം കിട്ടാൻ വേണ്ടിയിട്ടും കുഞ്ഞിനും വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു സാധനം എല്ലാ ദിവസവും ചോറിൻ്റെ കൂടെ മമ്മ ഇങ്ങനെ സൂപ്പ് കണക്കാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇല മമ്മ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഇവിടുന്ന് മമ്മ പറിച്ചുകൊണ്ട് പോകും. ഇത് കണ്ടപ്പോൾ റഫ എന്നോട് ചോദിച്ചതാണ്, ഫാറൂഖ് നിനക്കും ആഗ്രഹമില്ലേ ഇതുപോലെ? എൻ്റെയും റഫേൻ്റെയും റിട്ടയർമെൻറ്റ് പ്ലാനും ഇതാണ് കേട്ടോ. ഇതുപോലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കുറേ കൃഷിത്തോട്ടമൊക്കെ നോക്കി ഇന്തോനേഷ്യയിലെ ഒരു ഉൾഗ്രാമത്തിൽ, അതിപ്പോൾ ഇന്തോനേഷ്യയിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ, ഒരു ഉൾഗ്രാമത്തിൽ പീസ്ഫുള്ളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ റിട്ടയർമെൻറ്റ് പ്ലാൻ. പണ്ട് നമ്മളൊരു സ്ട്രോബെറി തോട്ടം നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ സ്ട്രോബെറി തോട്ടം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ലാൻഡ് കേട്ടോ. ഇതേ മമ്മായും കൂട്ടുകാരിയും കൂടെ ഉണ്ടല്ലോ, വിളവെടുക്കാൻ പോയേക്കാണ്. നമുക്ക് അവർ വിളവെടുക്കുന്ന എന്താണെന്ന് നോക്കാം. വെറുതെ പുറകെ നടക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരു ഹെൽപ്പും ചെയ്യുന്നില്ല. മമ്മക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മമ്മ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആളാണ്. വേണ്ടേ, മമ്മയെ സഹായിക്കുകയാണ് കൂട്ടുകാരീനെ. കങ്കുങ് പിന്നെ തളിരും മലരും തരുപ്പടർപ്പും തണലും തണുവാണി. മമ്മ ഇതൊക്കെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. കാര്യം നമ്മളെ റഫാൻ്റെ ഉപ്പാൻ്റെ ഫേവറേറ്റ് ഡിഷാണ് ഈ കങ്കുങ്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ചീര പോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ്. പഴയ രണ്ട് കൂട്ടുകാരികൾ ഒന്നിക്കുന്ന മൊമെൻ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. കപ്പയ്ക്ക ഇവിടെ നിൽപ്പുണ്ട്, നല്ല അടിപൊളി കപ്പയ്ക്ക. കപ്പയ്ക്ക തന്നെ വേറെ രീതിയിലൊക്കെ രണ്ട് കപ്പയ്ക്ക. ഇതെന്താ ഹൈബ്രിഡാ? ഇവിടെയും കപ്പയ്ക്കേൻ്റെ ഒരു തട്ട് 2 നിലയായിട്ട് വളർത്തിയേക്കുന്നത്. ഇങ്ങനെ തന്നെ ആണോ അതോ ഇനി ഇവിടുത്തെ എന്തെങ്കിലും വെറൈറ്റി ആണോ എന്ന് അറിഞ്ഞില്ല. അതേ നോക്കേ, കപ്പയ്ക്ക മുകളിലും ഉണ്ട്, അതിൻ്റെ താഴെ ഇവിടെ ഉണ്ട് കേട്ടോ കപ്പയ്ക്ക. ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാം പറയും, ഫാറൂഖേ കണ്ണ് തുറന്ന് നോക്കി, ഇതൊക്കെ നാട്ടിലുണ്ടെന്ന് പറയും. സംഭവം ശരിയാണ്. പക്ഷെ നമ്മൾ മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും നമ്മുടെ നാട് പോലത്തെ ഒരു സ്ഥലം കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ അല്ല. നല്ല രസമാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ. നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ. വൈകുന്നേരം അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ മമ്മ അങ്ങനെ പറഞ്ഞതാ വൈകുന്നേരം നല്ല രസമുണ്ടെന്ന്. അപ്പോൾ ആൻറ്റി പറയാണ് വൈകുന്നേരം അല്ല രാവിലെ നല്ല തണുപ്പാണ്. വാപ്പിൻ്റെ കരളെ നൂറ കരയല്ലേ കരിയല്ലേ ശ്രദ്ധിക്കത്തെ കുറച്ച് അപ്പിട്ടുള്ളൂ. മേളിലോട്ടല്ല താഴോട്ട് നോക്ക്. ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്
ഇതുവരെ നമ്മുടെ നൂറാമോൾ എനിക്ക് പണി തന്നില്ലല്ലോ എന്ന്. എന്തായാലും വിചാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പണി തന്നു കേട്ടോ. റഫ കാറെടുത്ത് എസ്കേപ്പ് ആവാൻ നോക്കല്ല, വണ്ടി തുറന്ന് AC ഓൺ ആക്കാൻ കേട്ടോ. നമ്മുടെ പ്രിൻസസ് നൂറാമോൾ വണ്ടിയുടെ ഉള്ളിലേക്ക് വരുന്നതിന് മുന്നേ എല്ലാം പ്രിപ്പയർ ചെയ്തിടണം കേട്ടോ. ഞാൻ റഫ എടുത്ത് പറയായിരുന്നു തിരിച്ചു പോകുമ്പോൾ റഫ വണ്ടി ഓടിക്കാൻ. അപ്പോൾ റഫ ഇങ്ങനെ ക്രോസ് കാണിച്ചിട്ട് പറയാം നോ പറ്റില്ല എന്ന്. ഞാൻ റഫയും തമ്മിൽ ഒരു ഗെയിം ഉണ്ട്. ഒരു വട്ടം നമ്മൾ ഫസ്റ്റ് റഫയാണ് നൂറാമോളുടെ ഡയപ്പർ മാറ്റുന്നുണ്ടെങ്കിൽ അടുത്തത് ഞാനാണ്. അപ്പോൾ ലാസ്റ്റ് റഫയാണ് നൂറ ബേബിക്ക് സർവീസ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അടുത്ത സർവീസ് ഞാനാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഊഴമാണ്. നൂറാൻ്റെ ബെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നൂറാമോളെ കിടത്തിയിട്ട് ആണ് എൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുക. റഫേന്റെ ബാഗിൽ എന്താ ഉള്ളത് നോക്കാം. സാനിറ്റൈസർ, ടിഷ്യൂ. അപ്പം ശരിക്കും ഇത് റഫേന്റെ ബാഗല്ല, ശരിക്കും ഇത് നൂറാന്റെ ബാഗാണല്ലേ. ഇറ്റ്സ് നോട്ട് ആക്ച്വലി യുവർ ബാഗ്, ഇറ്റ്സ് നൂറ ബാഗ്. വാപ്പിന്റെ കരളെ നൂറ കരയല്ലേ. നമ്മൾ ആ അങ്കിള് കൃഷി ചെയ്യുന്നതൊക്കെ നൂറാമോളെ കാണിച്ചു കൊടുക്കണമെന്നുണ്ട്. മണ്ണിൻ്റെ മണമുള്ള കുട്ടിയായി നൂറ ബേബി വളരട്ടെ. ടേക്ക് എ ഫോട്ടോ വണ്ടിയുടെ അടുത്തുനിന്ന്. ഇനി അനക്ക് നമന്യ നൂറ ചേവേ തിദൂർ ലങ്സും. 3 ആഴ്ച എടുക്കും കേട്ടോ ഈ ഒരു സാധനം വളർന്നു വരാനായിട്ട്. ഇപ്പോൾ വേണ്ട 3 ദിവസമേ ആയിട്ടുള്ളൂ. ഇനി ഏകദേശം 2.5 ആഴ്ചത്തോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ കങ്കും റെഡിയായി കിട്ടത്തുള്ളൂ കേട്ടോ. ഹലോ ബേബി, ഉറങ്ങാനാട്ടോ. ഉറങ്ങിക്കോ, ജോലിയൊന്നും ചെയ്യണ്ടല്ലേ. ഉറങ്ങുക, എണീക്കുക, അപ്പിടുക, കോര വാപ്പി ഉമ്മിയും. ഈ ഇല ഓർമ്മയുണ്ട? ഇലയപ്പത്തെ പറ്റി ഓർമ്മിപ്പിക്കല്ലേ. ഡോണ്ട് റിമൈൻഡ് അബൌട്ട് ഇലയപ്പം ബിക്കോസ് ഇറ്റ് വാസ് ഫെയിൽ ലാസ്റ്റ് ടൈം. അവസാനം നമ്മൾ പരാജയപ്പെട്ടു. വാപ്പി ഉണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നാണ് റഫ പറയുന്നത് കേട്ടോ. വേണ്ട, റഫ വയ്ക്കുന്ന കുറച്ച് പിച്ച എടുത്താലോ എന്നേല വേണ്ട. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവസാനം ഉണ്ടാക്കേണ്ടി വരും, അതിന് വയ്യ. റഫ എൻ്റെ അടുത്ത് ശ്രദ്ധിക്കാൻ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ നടക്കുമ്പോഴത്തേക്കും അവരുടെ കൃഷീൻ്റെ വിളയിലൊന്നും ചവിട്ടല്ലേ. ചവിട്ടി കഴിഞ്ഞാൽ നല്ല പറമ്പത്ത് പണിയെടുക്കുന്ന കൈകളാണ്, നല്ല സ്ട്രോങ് ആണ്, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞേട്ടാ. ആളുടെ ഈ കൈവണ്ടിയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. കൈവണ്ടി ടൂർ എടുക്കാം നമുക്ക്. കൈവണ്ടിയിലൊരു ബക്കറ്റ് ഇരിപ്പുണ്ട്, പിന്നെ തുളയുള്ള ഒരു അടപ്പുണ്ട്, പിന്നെ ഇത് ഇരുമ്പാണ്, പക്ഷേ കളർ അടിച്ചേക്കാട്ടെ. ഞാൻ വെച്ച് പ്ലാസ്റ്റിക് ആണെന്ന്. ഓസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പോയേട്ടാ. പൈപ്പ് ഓഫാക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ആൾ. ദൂരതെ അവിടെ പോയേക്കാണ് പൈപ്പ് ഓഫാക്കാനായിട്ട്. അതിൻ്റെ അപ്പുറത്ത് വേറെ പരിപാടി നടക്കുന്നുണ്ട്. ഇവർ ഇതിപ്പോൾ ഇങ്ങനെ വികസിച്ച് വരുന്നുണ്ടല്ലോ, ഹെൽപ്പിനായിട്ട് ഇവരുടെ സ്വന്തക്കാരായിട്ടുള്ള ചിലപ്പോൾ ഈ അങ്കിളിൻ്റെ അനിയനാന്ന് തോന്നുന്നു ആ നിൽക്കുന്നത്. അടിപൊളി. ഇതേ മാവ് നിൽക്കുന്നതൊക്കെ താഴെ നിൽക്കുന്ന മാവ്. മാങ്ങ പിടിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്, മാങ്ങ പിടിക്കാറായില്ല എന്ന് തോന്നുന്നു. വട്ടയില ഇവിടെ കുറേ ഉണ്ട് കേട്ടാ. കണ്ടിട്ട് ഇലയപ്പം ഉണ്ടാക്കാൻ തോന്നുന്നു. നിങ്ങളിപ്പോൾ പറയും ഒരു വട്ടം ഇലയപ്പം ഉണ്ടാക്കിയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. ഇലയപ്പം ആയില്ല. പിന്നെ ഇന്തോനേഷ്യക്കാരുടെ ഒരു കുവേ ബൂഗീസ് എന്ന് പറഞ്ഞ അവസാനം റഫേനെ തീറ്റിച്ച ആ സാധനം. അതെവിടെ എല്ലാം കപ്പ നട്ടിട്ടുണ്ട് കേട്ടോ. പണ്ട് കപ്പേൻ്റെ ഇതെവിടെ കണ്ടാലും ഒരു സാധനം ഉണ്ടാക്കും ചെറുതിലെ. നമുക്കത് ഉണ്ടാക്കി റഫയ്ക്ക് കൊടുക്കാം. ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണേ നിൻ കവി ഇങ്ങനെ പൊട്ടിക്കും. നമ്മൾ മാല ഉണ്ടാക്കുമല്ലോ ഇത് വെച്ചിട്ട്, അത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇത് പൊട്ടുന്നില്ല, ഇതിങ്ങനെ ചളുങ്ങി പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ നിന്നാലും നമ്മൾ ഈ അങ്കിളുടെ കയ്യിൽ സുപ്ര ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എന്നാലും വിശ്വസിക്കണം. ഇതേ സുപ്ര കാണിച്ചു തരാം. ഹോണ്ട സുപ്ര അടിപൊളി ബൈക്കാണ് കേട്ടോ. ഗിയറാണ്, പക്ഷേ ക്ലച്ച്ലെസ് ബൈക്കാണ്. ആൾക്കാരുടെ ഫേവറേറ്റ് ബൈക്കായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴും ഫേവറേറ്റ് ആണ് കേട്ടോ ഇത്. അയ്യോ കരിക്ക് bukan ra, കരിക്ക്. കരിക്ക് ബലൂൺ. എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത് കേട്ടാ.
ഞാൻ പറഞ്ഞു കൊടുത്ത് കരിക്കെന്നാ പറയുന്നത്. ആന്റി അങ്കിള് അതിഥികളായ 3 പേരെ സ്വീകരിച്ചത്, സോറി 3 അല്ല 4 പേരെ, നൂറോമോൾ ഉൾപ്പെടെ 4 പേരെ സ്വീകരിച്ചത് കരിക്ക് വന്നിട്ടാണ് കേട്ടോ. അവരുടെ പ്രയത്ന ഫലം കൊണ്ട് തന്നെ അവിടെ വിളവെടുത്ത കരിക്ക് വെച്ചിട്ട് ആണ് നമ്മളെ സ്വീകരിച്ചത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ചായയും കാപ്പിയൊക്കെ അല്ലേ, ഇവിടെ നോർമലി ചായയും കാപ്പിയൊക്കെ തന്നെ ആണ്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് കരിക്കാണ് കേട്ടോ. ഞങ്ങളിവിടെ ഇരുന്ന് അങ്ങനെ ഒരുമിച്ചിരുന്ന് വട്ടം കൂടിയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാനാട്ടാ, പഞ്ചായത്ത് കൂടുന്ന മാതിരി. നമുക്ക് കരിക്കൊക്കെ തന്നിട്ടുണ്ടല്ലോ, ആളുടെ ജോലി നോക്കി പോയി കേട്ടോ. എനിക്കൊന്ന് പൈപ്പിൽ വരുന്ന വെള്ളം തീർന്ന് ഇപ്പം ദേ ആ കിണറ്റിൽ നിന്ന് കോരിയെടുക്കാണ്. കിണറല്ല, പൈപ്പ്. ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കാനാട്ടാ. പൈപ്പിലെ വെള്ളം തീർന്നുകൊണ്ട് കിണറ്റിൽ നിന്ന് കോരിയെടുത്ത് അവിടെ കൊണ്ട് വീണ്ടും ചെടിക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുറേ മരങ്ങളും ചെടികളും പൂക്കളൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ നിന്നെല്ലാം വരുന്ന കാറ്റൊക്കെ കൊണ്ടിട്ട് നല്ല നല്ല അസലായിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങാനാണ് കേട്ടോ. കിണറിന് സുമൂർ എന്നാണ് ഇന്തോനേഷ്യയിൽ പറയുന്നത്. അതെ, ഇവിടെ ഒരു സുമൂറുണ്ട്. ഇന്തോനേഷ്യയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് സുമൂർ കാണുന്നത്. നിങ്ങളെയും കാണിക്കാം കേട്ടോ, ഇന്തോനേഷ്യയിലെ സുമൂർ. എനിക്ക് തോന്നുന്നു എന്താണ്ട് ഇവിടുന്ന് 2-3 അടിയുള്ളൂ വെള്ളം കണ്ടു കേട്ടോ. പക്ഷേ വെള്ളം ക്ലീൻ വെള്ളം അല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവരിത് കൃഷിക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അയർ ഇനി ബിസ ഗുണാക്കാൻ മന്തി മിനും എന്താ, ഞാൻ കുറച്ച് വാക്കുകൾ പഠിപ്പിക്കാം. സുമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിലെ കിണറാണ് കേട്ടോ. അതുപോലെ പത്താണി എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയിൽ കർഷകൻ എന്ന് പറയുന്നതാണ് പത്താണി. അപ്പോൾ നമ്മൾ പത്താണിമാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതെ, ഒരു പത്താണി അവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പത്താണി അങ്കിള് അവിടെ പോയി. ഓക്കെ, അവരവിടെ വഴി കിണർ കുഴിച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടുത്തെ ഉള്ള വിളകൾക്ക് വെള്ളം ഒഴിക്കാനായിട്ട്. എനിക്കൊന്നും അപ്പോൾ ഇവിടെ കിണർ കുഴിക്കാനൊക്കെ എളുപ്പമാണ്. 4 മീറ്റർ 5 മീറ്റർ കുഴിച്ചാൽ മതിയല്ലോ, വെള്ളം കിട്ടുമല്ലോ. അതുകൊണ്ട് ഇവർ ആവശ്യമുള്ള സ്ഥലത്തെല്ലാം കിണർ കുഴിക്കുന്നു തോന്നുന്നു കേട്ടോ. അത് അവിടുന്ന് അങ്കിൾ വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത് നോക്കാം. ഉപയോഗിക്കുക കിണർ തമിഴ്നാട്ടിലൊക്കെ മാതിരത്തെ കിണർ. ഓ ബറാപ്പ ദാളം ലിമയാ 5 മീറ്റർ. ഇത് 5 മീറ്റർ ആഴമുള്ള കുളമാണ് കേട്ടോ. അല്ല, കിണറാണ്. സുമുറിയ sumur tanah. Ini bisa minum? Dimasak dulu. Masak dulu. Oh, panas. Sama panasi dulu ya. ചൂടാക്കി കുടിക്കാൻ. bagus airnya. Airnya bagus. നല്ല വെള്ളം കേട്ടോ. ഓക്കെ, air bagus. bagus air. അപ്പോൾ ഞാൻ ചോദിച്ചു കുടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറഞ്ഞ് കുടിക്കാൻ പറ്റുമെന്ന് വെച്ചു കേട്ടോ. കുളിക്കാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷേ കുടിക്കണമെന്നുണ്ടെങ്കിൽ ചൂടാക്കണമെന്ന്. ഇന്തോനേഷ്യയിൽ അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ആൾക്കാരും മറ്റേ മിനറൽ വാട്ടർ, മീൻസ് ഡ്രിങ്കിങ് വാട്ടർ, പ്യൂരിഫൈ ചെയ്ത വാട്ടർ ആണ് വാങ്ങിക്കാട്ടോ. ഗവൺമെൻറ്റിൻ്റെ പല സ്ഥലത്തു നിന്നും അത് കിട്ടും. അതല്ലാതെ പൈസ കൊടുത്തും മെഡിക്കലുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാർ അങ്ങനെയാണ് വെള്ളം കുടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വെള്ളമാണെങ്കിൽ തിളപ്പിച്ച് കുടിക്കണം. എന്തായാലും ഇപ്പോൾ ഒരു കിണർ കാണാൻ പറ്റി ഫൈനലി. ഹുജാൻ ഇത് എന്നൊക്കെയാ ഹുജാൻ ബാഗൂസ് എന്ന് വെച്ചാൽ ഉണങ്ങി പോകുന്ന കേട്ടോ. മഴ ഉണ്ടെങ്കിൽ നല്ലതാണ്, മഴയില്ലെങ്കിൽ ഇതുപോലെ ഉണങ്ങി പോകുന്നതാണ് പുള്ളി പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ആളിനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു തൊട്ടി വെള്ളം കോരി നമ്മളെ കാക്കാനെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ച്. അയ്യോ, ആള് പോയടേ. ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ച് വെറുതെ ആള് പോയിടേ. അല്ലെങ്കിൽ എവിടെ പരിപാടി അവതരിച്ചാലും വെറുതെ ആവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൃഷി ചെയ്യാൻ. പക്ഷേ അറിയത്തില്ല, പഠിക്കണം. പണ്ട് തൊട്ടുള്ള ആഗ്രഹമാണ് ഇതുപോലെ ഒരു കൃഷി സ്ഥലമൊക്കെ വാങ്ങിയിട്ട് അവിടെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കണമെന്ന്. എന്തായാലും അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് കേട്ടോ. പണ്ട് തൊട്ടേ ഗവൺമെൻറ് ജോലിയൊക്കെ ചെയ്ത് അവർ മടുത്ത്. അവരുടെയും സ്വപ്നമായിരുന്നു ഇതുപോലെ കുറേ സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ കൃഷി ചെയ്ത് ജീവിക്കണമെന്ന്. ഇപ്പോൾ അവർ അത് സാധ്യമാക്കിയിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് വർഷങ്ങളോളം ഇതുപോലെ സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് രണ്ടുപേരെയും. ആ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്ന സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയൊരു പെയിൻറ്റിൻ്റെ പാട്ട, അതിൻ്റെ അടിയിൽ കുറേ ദ്വാരം ഉണ്ടാക്കിയിട്ട് കുറേ തുളയിട്ടിട്ടാണ് കേട്ടോ ആ ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളം ഒഴിക്കാനായിട്ട്. കൊള്ളാം. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കാണുന്ന മണ്ണിലും ഇവിടുത്തെ ഓരോ മരങ്ങളിലും ആ ആൻറ്റിയുടെയും അങ്കിളുടെയും ചിരിക്കുന്ന മുഖം തന്നെ ഉള്ളത്. അവരുടെ വീടും ഈ ചുറ്റുപാടും ഒക്കെ നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. എന്ത് ഫ്രഷ്നെസ് ആണെന്നറിയോ ഇവിടെ നിൽക്കുമ്പോൾ. ഇവരുടെ വീടിന് മുന്നിൽ പടർന്നു നിൽക്കുന്ന മുന്തിരി വള്ളികൾക്കിടയിലൂടെ വീശുന്ന ആ കാറ്റ് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളിൽ അറിയാത്ത ഒരു പീസാണ് കേട്ടോ, ഒരു സമാധാനമാണ്. ഇടയ്ക്ക് അയൽവക്കത്തെ കുട്ടികളൊക്കെ ഓടി വന്ന് വിളകളുടെ ഒക്കെ ഇടയിലൂടെ കളിച്ചിരിച്ച് ഓടിപ്പോകുന്നുണ്ട്. എത്ര സുന്ദരമായ കാഴ്ച. ഞങ്ങൾ ഇറങ്ങാൻ നേരം ആൻറ്റി അപ്പോൾ വിളവെടുത്ത കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കുറേ സ്നേഹത്തോടെ നമുക്ക് കൊണ്ടുവന്ന് കാറിൽ വെച്ച് തന്നു കേട്ടോ. കാലം എത്ര കഴിഞ്ഞാലും ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ നമ്മളെപ്പോഴും പൊന്നുപോലെ സൂക്ഷിക്കണം. നല്ല സൗഹൃദത്തിന് പകരം വെക്കാൻ ലോകത്ത് വേറൊന്നുമില്ല.
മമ്മ ഈ വീടും സ്ഥലവും പരിസരവും ഒക്കെ ഇഷ്ടമായി ഞാൻ ആൻറ്റി അടുത്ത് പറഞ്ഞപ്പോൾ എന്നോട് ആൻറ്റി പറയാണ്, നീ എൻ്റെ മോനെ പോലാണ്, എപ്പോൾ വേണമെങ്കിലും നിനക്ക് ഇവിടെ വരാമെന്ന്. സൂര്യൻ പതുക്കെ അസ്തമിക്കാണ്. പക്ഷികളൊക്കെ കൂടണയുന്ന സമയമാണ്. ഞങ്ങളും ഞങ്ങളുടെ കൂട്ടിലേക്ക് മടങ്ങാൻ ഇറങ്ങുകയാണ്. ഗൂഗിൾ മാപ്പ് ഉണ്ട് ആൻറ്റി എന്ന് പറഞ്ഞിട്ടും ആൻറ്റി സമ്മതിക്കുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് എസ്കോട്ട് പോവാണ് ആളുടെ ബൈക്ക് എടുത്തിട്ട്. മനോഹരമായ ഭൂമിയിലെ സ്വർഗത്തിൽ ആൻറ്റിക്കും അങ്കിളിനും ഒരുപാട് കൊല്ലം നല്ല ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ആൻറ്റി ആൻഡ് അങ്കിൾ.